ഹായ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കണുണ്ടല്ലോ, ഇരുമ്പുളിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ വെറുതെ ചാടി പോവാണല്ലോ ചെയ്യണത്. ഈ ഒരു ഐഡിയ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇരുമ്പുളി നമ്മുടെ മരത്തേലും തറയിലും ഒന്നും കാണില്ല കേട്ടോ. ഇനി നമ്മൾ ഇരുമ്പുളി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിനി വേണ്ടത് ഒരു കുക്കറാണ് കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കർ എടുക്കുക, അലൂമിനിയത്തിൻ്റെ കുക്കർ എടുക്കാതിരിക്കുക കേട്ടോ. സ്റ്റീലിൻ്റെ കുക്കർ എടുത്ത് ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ. നമുക്ക് എത്ര വേണോ അത്ര എടുക്കാം ഇരുമ്പുളി, അതനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കട്ടൊന്നും ചെയ്യുന്നില്ല, ഇതുപോലെ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു വലിയ ഉണ്ട് ശർക്കര എടുത്തിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ അടപ്പടച്ച് ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3-4 വിസിൽ കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഇത് വെന്ത് കിട്ടും. കട്ട് ചെയ്തിടുകയാണെങ്കിൽ ഇതിങ്ങനെ മുഴുവനെ കിടക്കില്ല കേട്ടോ. കട്ട് ചെയ്താകുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു 5-8 ഡേറ്റ്സും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡേറ്റ്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഉപ്പല്ല, ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും കുക്കർ ഒന്നുകൂടി അടച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈത്തപ്പഴമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനാണ്. ആദ്യം തന്നെ ഞാൻ ഇടാൻ മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ശർക്കരയൊക്കെ ഇട്ട് വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ശർക്കരയൊക്കെ ഇട്ട് ഈത്തപ്പഴമൊക്കെ ഇട്ട് ഒന്നുകൂടി 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വിസിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ച് കിട്ടുമല്ലോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ പുളിങ്കറിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാവുന്ന വരെ നമുക്കിത് വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനിത് ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായി പോയി എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അങ്ങനെയല്ല. ഇത് വെള്ളം വറ്റിച്ചതായ ഒരു നല്ലൊരു പുളിങ്കറിയുടെ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം എൻ്റെ പുളിങ്കറിയുടെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഓഫ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ കറക്റ്റ് പാകത്തിൽ കിട്ടും കേട്ടോ. തണുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. നമുക്ക് പുളിങ്കറി പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇരുമ്പുളി വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുകയില്ല കേട്ടോ. നമ്മുടെ സാധാരണ പുളിങ്കറി പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ. അതുപോലെ തന്നെ ഇരുമ്പുളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലേ. നമ്മുടെ പാത്രങ്ങളിലെ കറ കളയാനും അതുപോലെ തന്നെ വാഷ് ബേസിനും ടോയ്ലറ്റൊക്കെ കഴുകാനൊക്കെ ഇത് വേവിച്ച വെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ വൃത്തിയായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ വൃത്തിയാക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇരുമ്പുളി ഉണക്കി അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇരുമ്പുളി കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.